സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. നമ്മളുടെ രാജ്യം ഒരു ഭീകര ആക്രമണം നേരിട്ടിട്ട് ഇന്ന് 4 ദിവസം പൂർത്തിയാകും. അപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ടും എന്തുകൊണ്ട് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ ഇത് ഡിസ്കസ് ചെയ്തില്ല എന്നുള്ളത് ചിലരെങ്കിലും കമൻസിൽ ചോദിക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ ദിനപത്രങ്ങളും ഈ വിഷയം വളരെ ഡീറ്റെയിൽഡായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇത്രയും വൈകിയത്. എങ്കിലും അന്താരാഷ്ട്ര വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന കൂട്ടത്തിൽ അന്താരാഷ്ട്ര വിഷയങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള നമ്മളെ ബാധിക്കുന്ന ഈ വിഷയത്തിൻ്റെ ഒരു ചെറിയ എത്തിനോട്ടം നമുക്ക് നടത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിൻ്റെ ഈ ഭീകര പ്രവർത്തനത്തിൻ്റെ വേരുകൾ നീണ്ടുപോകുന്നത് കാശ്മീരിലേക്കാണ്. കാശ്മീരിലെ ഷോപ്പിയാൻ റീജിയണിലുള്ള ഒരു മൗലവി ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ തലയിൽ ഉദിച്ചതാണ് ഈ പർട്ടിക്കുലർ ആക്ഷൻ എന്ന് പറയുന്നത്. ധാരാളമായി തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഡിസൈൻ ചെയ്യപ്പെടുന്നുണ്ടാവാം, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങൾ ഡിസൈൻ ചെയ്യപ്പെടുന്നുണ്ടാവാം. അതിൽ അപൂർവം ചിലതാണ് അവർക്ക് മെറ്റീരിയലൈസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതിൽ ചുരുക്കം മാത്രമാണ് പ്രാക്ടിക്കബിലിറ്റിയിലേക്ക് എത്തുന്നത്. അങ്ങനെ പ്രാക്ടിക്കബിലിറ്റിയിലേക്ക് എത്തിയ ഒരു ഭീകര പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ കാശ്മീരാണ് പ്രഥമ ദൃഷ്ട്യാ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിലും ലക്നൌവിൽ നിന്നുള്ള ഒരു വ്യക്തിയും ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തിയും കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യവ്യാപകമായി അറസ്റ്റുകൾ ഒരുപക്ഷെ കേരളത്തിൽ പോലും ഉണ്ടായേക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. അത് കേസിൻ്റെ നാൾവഴികളിലൂടെ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി തൊഴിൽ കൊണ്ട് ഈ പണിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഡോക്ടർമാരാണ് എന്നുള്ളതാണ്. തൊഴിൽ കൊണ്ട് ഡോക്ടർമാരാണ് എന്നതുകൊണ്ട് ഒരു വ്യക്തി നന്നാവണമെന്നില്ല എന്നുള്ളത് പല അനുഭവങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് മതത്തിൻ്റെ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച മനുഷ്യർ അവരുടെ തലയിലേക്ക് ഈ ഭ്രാന്ത് തള്ളിക്കയറ്റുന്നതിൽ മൗലവി ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ശ്രീനഗർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മുൻ പ്രൊഫസർക്ക് വലിയ പങ്കുണ്ട്. ഈ പിടിക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളായിരുന്നു. അവിടെ നിന്നും വിദ്യാഭ്യാസം സിദ്ധിച്ചതിന് ശേഷം ഇവർ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി പോയിട്ടുണ്ട്. അതിനുശേഷം ഇവർ ഫരീദാബാദിലുള്ള ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ആണ് ഇവർ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ആ യൂണിവേഴ്സിറ്റി പേര് അൽഫാല യൂണിവേഴ്സിറ്റി എന്നാണ്. ഫരീദാബാദ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഡൽഹി എന്ന് പറയുന്ന ഡൽഹിയുടെ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന നോയിഡ, ഗുരുഗ്രാം എന്നൊക്കെ പറയുന്നത് പോലെ ഡൽഹിയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലം. ഈ ഫരീദാബാദിലുള്ള കുറച്ച് ഇന്റീരിയർ ആയിട്ടുള്ള സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളല്ല, അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ. ഭാഗ്യവശാലാണ് ഈ നെറ്റ്വർക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത്. കാരണം ഇവർ ഡിസൈൻ ചെയ്ത പ്ലോട്ട് ഈ ഡൽഹിയിൽ ഇപ്പോൾ കൊന്ന 13 ആളുകൾ കൊല്ലാൻ വേണ്ടിയൊന്നുമല്ല. അത് അവരുടെ അബദ്ധവശാൽ ആ പ്ലോട്ട് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയപ്പോൾ എന്നാൽ കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്ത ഒരു സംഗതിയാണ്. അവരുടെ പ്ലോട്ട് ഏറ്റവും ചുരുങ്ങിയത് 50,000 ജീവനെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യപ്പെട്ടതും അത് ഒരുപക്ഷെ ഏതാനും ലക്ഷങ്ങളിലേക്ക് നീളാൻ സാധ്യതയുള്ളതുമായ ഒരു സംഗതിയായിരുന്നു. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എപ്പോഴും ഈ ഭീകര പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്യപ്പെടുന്നത് വലിയ സ്വപ്നങ്ങളോടെയാണ്, വലിയ പൈശാചിക സ്വപ്നങ്ങളോടെയാണ്. നിശ്ചയമായും അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. അവർക്കത് ഒരിക്കലും അതിൻ്റെ എക്സ്ട്രീമിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല. ഇപ്പം ഈ നമ്മളുടെ പെഹൽഗാം അറ്റാക്കുമായി ബന്ധം ഇതിനുണ്ട്. പെഹൽഗാം റീജിയനിൽ പെടുന്ന ആളുകളാണ് ഈ പറയുന്ന കേസിൽ ഉൾപ്പെട്ട മിക്കവാറും എല്ലാ വ്യക്തികളും തന്നെ പെഹൽഗാം ആ ഒരു റീജിയനിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. ഈ ഡോക്ടർ ഞാൻ ആദ്യം പറഞ്ഞ ഈ വ്യക്തി ദാറ്റ് ഈസ് മൗലവി ഇർഫാൻ അഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഷോപ്പിയാൻ റീജിയനിലുള്ള ആളാണ്. അനന്തപൂർ ദാറ്റ് ഈസ് കാശ്മീരിന്റെ വേറൊരു റീജിയനിൽ പെടുന്ന ആളാണ്. അപ്പൊ ഇതില് ഇവരെ ചെയ്തു വെച്ചത് നമുക്കറിയാവുന്നതുപോലെ ഏകദേശം 3000 കിലോയോളം അമോണിയം നൈട്രേറ്റ് ആണ് ഇവർ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മൗലവി ഇർഫാൻ അഹമ്മദിലേക്ക് ഈ സംഗതി എത്തുന്നത് വളരെ ആക്സിഡന്റൽ ആയിട്ടാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് ദൈവാനുഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന നമ്മുടെ രാജ്യം നിരോധിതമാണ്, ലോകത്തിലെല്ലാം തന്നെ നിരോധിതമായിട്ടുള്ള തലയറക്കൽ മാത്രം തൊഴിലാക്കി എടുത്തിട്ടുള്ള, ബോംബ് പൊട്ടിക്കൽ തൊഴിലാക്കി എടുത്തിട്ടുള്ള, ആളുകളെ കൊല്ലുന്നത് മാത്രം തൊഴിലാക്കി എടുത്തിട്ടുള്ള ഒരു സംഘടന. ആ സംഘടനയുടെ പോസ്റ്ററുകൾ ഒക്ടോബർ 19 ശ്രീനഗറിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഈ പോസ്റ്ററുകൾ നമ്മുടെയൊക്കെ ഇവിടെ മാവോയിസ്റ്റ് പോസ്റ്ററുകളൊക്കെ പതിക്കുന്നത് പോലെയാണ് ശ്രീനഗറിൽ കൊണ്ടുവന്ന് ഇത് ഒളിച്ച് പതിപ്പിക്കുകയാണ്. അപ്പം ശ്രീനഗർ SP ആയിട്ടുള്ള സുദീപ് ചക്രവർത്തി എന്ന് പറയുന്നത് അദ്ദേഹം ആന്ധ്രാക്കാരനാണ്.
ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിലെ ഈ സംഗതി ആരെങ്കിലും ആളുകൾ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ വഴി SP എത്തുന്നു. അപ്പോൾ അന്വേഷണം നടത്തുന്നു. അപ്പോൾ CCTVയിലൂടെ ഇത് ഒട്ടിക്കുന്ന 3 പേരെ കണ്ടുപിടിക്കുന്നു. ഈ ഒട്ടിക്കുന്നവരെ പിടിച്ച് അവർക്ക് വേണ്ടത് കൊടുത്തു കഴിഞ്ഞപ്പം അവര് ഈ മൗലവി ഇർഫാൻ അഹമ്മദിന്റെ പേര് പറഞ്ഞു. അപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു വലിയ പ്ലോട്ടിനെ കുറിച്ച് യാതൊരു ധാരണയില്ലെന്ന് മനസ്സിലാക്കണം. ഇവർക്ക് എന്താണ് ഈ ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധം എന്ന് നോക്കിക്കൊണ്ട് മാത്രമാണ് ഈ മൗലവി ഇർഫാൻ അഹമ്മദിനെ പിടിക്കുന്നത്. അപ്പൊ ഇർഫാൻ അഹമ്മദിന് ആവശ്യമുള്ള മരുന്ന് കിട്ടിക്കഴിയുമ്പോൾ ഇർഫാൻ അഹമ്മദ് മൊസാദ് അഹമ്മദ് ഗനായി എന്ന് പറയുന്ന ഫരീദാബാദിലുള്ള ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ ട്രെയിൻ ചെയ്ത് MBBSകാരെ ഏതൊരു പൊട്ട കോളേജാണ്, ആ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഈ മൗലവി അഹമ്മദ് ഗനായി എന്ന് പറയുന്ന ആളുടെ പേര് കിട്ടുന്നു. ഈ മൗലവി അഹമ്മദ് ഗമായിയുടെ താമസ സ്ഥലത്ത് പോലീസ് എത്തുമ്പോഴാണ് ഈ പ്ലോട്ട് എന്താണെന്ന് മനസ്സിലാവുന്നു. അയാളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 400 കിലോ അമോണിയം നൈട്രേറ്റ്, AK-47, ടൈമറുകള്, ഡിറ്റനേറ്റേഴ്സ്, ബോംബുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ്, വലിയൊരു ശേഖരമാണ് അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഈ സംഗതിയാണ് വാസ്തവത്തിൽ നെറ്റ്വർക്കിലേക്കുള്ള ഫസ്റ്റ് എൻട്രി കിട്ടുന്നത്. അവിടെ ഇവൻ ഇടി കൊടുത്തു കഴിഞ്ഞ് കൊടുക്കേണ്ടത് കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുകളുടെ കയ്യിലാണ് കിട്ടുന്നത്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുകളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആരും ഉത്തരം പറയും, അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്ന ടെക്നിക്ക് അവർക്കുണ്ട്. നമ്മൾ സാധാരണ ലോക്കൽ പോലീസ് ചോദ്യം ചെയ്യുന്ന പോലെയൊന്നും അല്ല ആന്റി ടെററിസ്റ്റ് സ്ക്വാഡുകൾ ചോദ്യം ചെയ്യുന്നത്. ഭംഗിയായിട്ട് പോയിക്കും. അപ്പോൾ പുകച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ സംഗതികൾ പുറത്തു വരും. അങ്ങനെ ഓരോരുത്തരെയായിട്ട് പിടികൂടി ഏകദേശം 3000 കിലോയോളം അമോണിയം നൈട്രേറ്റ് പിടികൂടി. അപ്പൊ ഏതാനും കിലോ അമോണിയം നൈട്രേറ്റ് കയ്യിലുണ്ടായിരുന്ന ഉമർ ഉൻ നബി എന്ന് പറയുന്ന വേറെ ഡോക്ടർ, ഉമറിന്റെ കൂടെയുള്ള ആളാണ്. ഞാൻ ഈ ഡോക്ടർ എന്നുള്ള വാക്ക് പരമാവധി ഉപേക്ഷിക്കുന്നത് ഒരു പ്രൊഫഷനെ നാറ്റിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഇവരെല്ലാം തൊഴിലുകൊണ്ട് ഇത് ചെയ്യുന്ന ആളെയാണ്. അപ്പൊ ഈ ഉമർ ഉൻ നബി എന്ന് പറയുന്ന ഈ നബി അവന്റെ കിട്ടിയ സാധനമായിട്ട്, അവന്റെ ഉണ്ടായിരുന്ന സാധനമായിട്ട് അവന്റെ താമസത്തിൽ നിന്ന് വിട്ടുപോകുന്നു. വാസ്തവത്തിൽ ഈ നബി ഈ കുറച്ചു കാലമായിട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ആള് തന്നെയാണ്. ഇദ്ദേഹത്തെ പലതവണ പോലീസ് സ്പോട്ട് ചെയ്തിട്ടുള്ളതാണ്. പല സംശയത്തിന്റെ പേരിൽ മാത്രമാണ്, ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇയാളെ പോലീസ് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് അറിയാവുന്ന കാര്യമാണത്. അതുകൊണ്ട് തന്നെ അയാൾ ഒരിടത്തും സ്ഥിരമായി താമസിക്കാറുണ്ടായിരുന്നില്ല. മാറി 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 താമസിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. അങ്ങനെ ഈ കയ്യിലുണ്ടായിരുന്ന ഈ എക്സ്പ്ലോസീവുമായി ഇയാൾ സ്ഥലം വിടുകയും അപ്പൊ ഇയാൾക്ക് ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് തന്നെ സമീപിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ കയ്യിലുണ്ടായിരുന്ന സാധനം എന്തായാലും പൊട്ടിച്ചേക്കാമുള്ളത് 2-3 കിലോ ആയിരിക്കും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നിരിക്കുന്നത്. അത് പൊട്ടിച്ചിട്ടാണ് ഇപ്പൊ ഈ 14 പേരെ, രാജ്യത്തിന്റെ 14 മക്കളെ അവനെ കൊല്ലാൻ സാധിച്ചെന്ന് മനസ്സിലാക്കണം. ഇവൻ ഈ രാജ്യത്തിന്റെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു വലിയ ശൃംഖലയിലെ ഒരു ചെറിയ കണ്ണി മാത്രമായിരുന്നു. അപ്പൊ അയാൾക്ക് ഇത്രേ സാധിച്ചുള്ളൂ. ബാക്കിയുള്ള 3000 കിലോ അമോണിയം നൈട്രേറ്റും ധാരാളമായിട്ടുള്ള AK-47 തോക്കുകള്, ഡിറ്റനേറ്റേഴ്സ്, ബോംബ് മേക്കിംഗ് മെറ്റീരിയൽസ്, ടൈമേഴ്സ്, ഈ വക സാധനങ്ങളെല്ലാം പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരിതെല്ലാം കൂടെ കൂട്ടി ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ഒന്നുകിൽ നവംബർ 26/11 എന്ന് പറയുന്നത് മുംബൈ അറ്റാക്കിന്റെ വാർഷികമാണ്. ഇവരെപ്പോഴും ഇത്തരം വാർഷികങ്ങൾ ആഘോഷിക്കുന്നവരാണ്. ഈ എറണാകുളത്തെ സ്കൂളില് അവര് ഈ തട്ടത്തിന്റെ കേസുമായിട്ട് ചെന്നത് ഒക്ടോബർ 2023 ഒക്ടോബർ 7 ഓർമ്മ ദിവസമാണ് എന്ന് ഓർക്കണം. അതുപോലെ ഇവർ ഇത് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്നത് ഈ ബോംബെ അറ്റാക്ക് അവരെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ്. 300 ഇന്ത്യക്കാരെ കൊല്ലാൻ അവർക്ക് സാധിച്ചു. കുറെ സ്ഥലങ്ങളിൽ അവർക്ക് എക്സ്പ്ലോഷൻ നടത്താൻ സാധിച്ചു. അപ്പൊ അതിന്റെ ഒരു രീതിയായിട്ട് ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ, വളരെ തിക്കായുള്ള ഭാഗങ്ങളിൽ എക്സ്പ്ലോഷൻസ് നടത്തുകയും അങ്ങനെ രാജ്യം സുരക്ഷിതമല്ല എന്ന് അന്താരാഷ്ട്ര തലത്തിലൊരു പേരുണ്ടാക്കുകയും ഒരുപാട് പേരെ ശവശരീരങ്ങളാക്കി എന്നുള്ള വലിയൊരു ഗെയിൻ ഉണ്ടാക്കുകയും അങ്ങനെ ജിഹാദ് നിർവഹിക്കുകയും ചെയ്യാമെന്ന് സ്വപ്നം കണ്ടവരാണ് ഇവര്. അല്ലെങ്കിൽ ഇവര് ഡിസംബർ 6 വേണ്ടി, അത് ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ ദിവസമാണ്, ആ ദിവസത്തിന്റെ ആഘോഷത്തിന് വേണ്ടി ഇവർ സൂക്ഷിച്ചിരുന്നതാവാം എന്നാണ്. ഇതുവരെ ക്വസ്റ്റ്യനിങ് പൂർണ്ണം നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇന്റർഗേഷൻസ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മാത്രമാണ് ഇതെന്തിനു വേണ്ടിയാണ് ഇവരിത് സംഘടിപ്പിച്ചു വെച്ചത് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പൊ ഇതിനിടയിലൂടെ ഈ സ്ത്രീ ടെററിസ്റ്റുകളും ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരും ബയോകെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു ഡോക്ടർ തന്നെയാണ് ബൈ പ്രൊഫഷൻ. അവര് 46 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ഷി വാസ് എക്സ് സ്റ്റാഫ് ഓഫ് ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ്, ലക്നൗ. ഇവർ ലക്നൗക്കാരിയാണ്. ലക്നൌവിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ ഇവർ അധ്യാപികയായിരുന്നു 2013 വരെ. 2013 ഇവരെ പെട്ടെന്ന് കാണാതാവുന്നു. പിന്നെ 2015 ഇവർ ഡൈവോഴ്സ്ഡ് ആവുന്നു. ഇവരുടെ ഭർത്താവ് ഗുജറാത്തിയാണ്. ഈ ലക്നൗ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലൊന്നും ഭർത്താക്കന്മാരെ കിട്ടാത്തത് കൊണ്ടാണോ ഇവർ ഗുജറാത്തിൽ വന്ന് കല്യാണം കഴിച്ചെന്ന് അറിയാൻ പാടില്ല. ഷീ വാസ് എ ബ്രൈറ്റ് സ്റ്റുഡന്റ്. അവരുടെ അക്കാഡമിക് കരിയറൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്.
അപ്പം ഈ പറയുന്ന ഭർത്താവിന് എന്തെങ്കിലും ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടോ, ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെന്തായാലും 2017 ഡൈവോഴ്സ് വാങ്ങി. 2013 ആ കോടതിയിൽ നിന്ന് മുങ്ങിയ ഈ സ്ത്രീ പിന്നെ സർഫസ് ചെയ്യുന്നത് 2022 ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ തല്ലിപ്പൊളി യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ടെററിസം ആണെന്ന് വേണം വിചാരിക്കാൻ. ഇവന്മാരെല്ലാവരും കൂടി കാശ്മീരിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ താല്പര്യമുള്ള ആളുകൾ ഒന്നു ചേർന്ന ഒരു സ്ഥലമാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്നാണ് ഇപ്പോൾ ഏകദേശം തെളിഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ചും എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. എന്തായാലും ആ സ്ത്രീ അവിടെ എത്തുന്നു. അവർ ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന വനിതാ വിഭാഗത്തിന്റെ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഇരിക്കുന്ന ആളാകത്തെ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് ആവശ്യമായ പണം സംഘടിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഏതാനും ലക്ഷങ്ങളുടെ കണക്കാണ് ഇന്ന് പത്രത്തിൽ കണ്ടത്. 46 ലക്ഷവും ഒന്നും അല്ല, ഇത് കോടികളുടെ ടേംസിലേക്ക് പോകുന്ന കളിയാണ് എന്നുള്ളത് പിന്നീട് പ്രൂവ് ചെയ്ത് വരും. അവർക്ക് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ച് ഏതാനും ചെറിയൊരു എമൗണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ക്രോഡ്സ് കവർ ചെയ്യുന്ന വലിയൊരു എമൗണ്ട് ആയിരിക്കും അതിലേക്ക് പോലീസ് എത്തുന്നുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു ലേഡിയും ഈ നെറ്റ്വർക്കിനകത്ത് വന്ന് പെട്ടു. അപ്പോൾ അതിൻ്റെ ഒക്കെ താഴോട്ട് ഇതിന്റെ 100 കണക്കിന് ആളുകൾ പിടിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഇവരൊക്കെ അങ്ങ് തലപ്പത്തുള്ള ആളുകളാണ്. ഈ ടവറിന്റെ താഴെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള ടെററിസ്റ്റുകൾ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞു, ഇതിന്റെ അന്വേഷണമൊക്കെ വലിയ താമസിയാതെ കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതിനിടയിലുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വേറൊരു ടെററിസ്റ്റിനെ പിടികൂടിയിട്ടുണ്ട്. അയാളുടെ പേര് അഹമ്മദ് മൊഹായുദ്ദീൻ സെയ്ദ് എന്നാണ്. തൊഴിൽ കൊണ്ട് ഇയാളും ഡോക്ടർ തന്നെയാണ്. ഇയാൾ ചൈനയിൽ പോയിട്ടാണ് ഈ MBBS പഠനം നിർവഹിച്ചിട്ടുള്ളത്. 2007-2013 കാലഘട്ടത്തിൽ ഇയാൾ ചൈനയിലായിരുന്നു. അത് MBBS പഠിക്കാനാണ് പോയതെന്നാണ് രേഖകൾ. അവിടെ നിന്ന് എന്തായാലും ഒരു സർട്ടിഫിക്കറ്റ് കാട്ടാനാണ് ഇയാൾ വന്നിട്ടുള്ളത്. ഇയാൾ ബേസിക്കലി ഗുജറാത്തുകാരനാണ്. ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹൈദരാബാദിൽ നിന്നാണ്. അപ്പം ഇയാളുടെ പരിപാടി എന്തായിരുന്നു ചോദിച്ചാൽ, ഇയാളെ റൈസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഇത് കടലാവണക്കിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. ഈ കടലാവണക്ക എന്ന് പറയുന്ന സാധനം പലവിധ പ്രോഡക്ട്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കടലാവണക്കെണ്ണ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പം ഈ പ്രോഡക്റ്റിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഇത് കാര്യമായിട്ട് നമ്മൾ തോട്ടുകരയിലൊക്കെ വളർന്ന് കാണുന്നുണ്ടെങ്കിലും ഇത് വലിയ തോതിൽ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഈ സാധനത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. ഞങ്ങൾ കെമിസ്ട്രിക്കാരൻ നാച്ചുറൽ പ്രോഡക്ട്സ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്ന ഒരു സാധനമാണ് ആൽക്കലോയിഡ് കാറ്റഗറിയിൽ പെടുന്ന റൈസിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്. ഇറ്റ് ഈസ് ഹൈലി പോയിസണസ്. അതിന്റെ വിഷാംശം എന്ന് പറയുന്നത് ഒരു മൈക്രോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിന്റെ ഒരു ഭാഗത്തിനാണ് ഒരു മൈക്രോഗ്രാം എന്ന് പറയുന്നത്. 1 ഗ്രാമിന്റെ 1 ലക്ഷത്തിലൊന്ന് ഒരു മൈക്രോഗ്രാം രക്തത്തിൽ കലർന്നാൽ പിന്നെ അയാളെ രക്ഷിക്കാനാവില്ല. ഒന്നാമതിന് ആന്റിഡോട്ടോ അങ്ങനത്തെ മരുന്നുകളൊന്നുമില്ല. അകത്ത് കയറിയ പിന്നെ ചാവുക നിവൃത്തിയുള്ളൂ. അപ്പൊ ഇത് 1 മൈക്രോഗ്രാം നിങ്ങളുടെ ബ്ലഡ് സർക്കിളിൽ കടന്നു കഴിഞ്ഞാൽ, രക്തത്തിൽ കടന്നു കഴിഞ്ഞാൽ നിശ്ചയമായും ആ വ്യക്തി മരിക്കും. അത് RNA എന്ന് പറയുന്നത് നമ്മളുടെ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന പ്രോട്ടീൻ, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസുമായി ശരീരത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങളുടെ കേടുവരുത്തുകയും അങ്ങനെ മരണത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ മരിച്ചില്ല എന്ന് വരും. ഏതാനും ദിവസങ്ങൾ എടുത്തേക്കാം, ചില കേസുകൾ മാസങ്ങൾ പോലും എടുത്തേക്കാം. പക്ഷെ മരണം ഉറപ്പാണ്. അപ്പം അത് നരകിച്ചുള്ള മരണമാണ് പലപ്പോഴും ഇതിൽ നിന്നുണ്ടാവുക. ഒരുപക്ഷെ ഒരു സാധാരണക്കാരനാണ് ഇത് കിട്ടുന്നതെങ്കിൽ ഇതുകൊണ്ടാണ് മരിച്ചതെന്ന് അറിയുക പോലും ഇല്ല എന്ന് മനസ്സിലാക്കണം. ഭക്ഷണത്തിലൂടെയാണെങ്കിൽ 1 മില്ലിഗ്രാം ഭക്ഷണത്തിലൂടെ അകത്ത് കിടന്നാലും ആൾ മരിച്ചു പോകും. ശ്വസനത്തിലൂടെ ആണെങ്കിലും 1 മൈക്രോഗ്രാം ഉള്ളിൽ എത്തിയാൽ മതി. അപ്പൊ ഇവർ ഏത് തരത്തിലാണ് ഇത് ആളുകളുടെ ഉള്ളിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നറിയില്ല. ഇയാളുടെ കയ്യിൽ 4 കിലോഗ്രാം റൈസിൻ ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയൽസ് ആണ് പോലീസ് പിടിച്ചെടുത്തതെന്നാണ് പറയുന്നത്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഓഫ് ഗുജറാത്താണ് ഇത് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും ഡോക്ടർമാർ ഇതിനകത്ത് നിന്ന് പിടിക്കപ്പെട്ടതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഡോക്ടർ ശൃംഖല ഇതിനകത്തുണ്ട്. ഇനി ഇഞ്ചക്ഷൻ വഴി ഈ മെഡിസിൻ ഇന്ത്യയിലെ 100,000 മനുഷ്യരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ബ്ലഡിൽ കലർത്താനാണോ ഇവർ ഉദ്ദേശിച്ചിരുന്നത്? അല്ലെങ്കിൽ ഈ സെന്റ് പോലെ അത്തർ സെന്റ് എന്നൊക്കെ പറഞ്ഞ റോഡ് സൈഡിൽ നിന്ന് വിൽക്കുന്ന ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് കലർത്തി ആളുകളെ കൊണ്ട് ഇത് പിന്നെ മൂക്കിലടിപ്പിച്ച് ശ്വസിപ്പിച്ച് ഈ മൈക്രോഗ്രാം ഉള്ളിൽ കിടത്തി കൊല്ലാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇത് കഴിച്ചാൽ അല്ലെങ്കിൽ ഉള്ളിൽ ചെന്നാൽ ഉടനെ മരിക്കില്ല. പല സിംറ്റംസിലൂടെ ഒരിക്കലും ക്യൂർ ചെയ്യാനാവാത്ത രീതിയിൽ ഒരുപക്ഷെ ദിവസങ്ങളോ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുത്തിട്ടാണ് മരണം വരിക. അപ്പൊ നിങ്ങൾ ഈ സെന്റ് അടിച്ചുകൊണ്ടാണ് മരിച്ചത് നിങ്ങൾക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഒരാൾ സെന്റ് അടിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല. ഇയാളുടെ ശരീരത്തിൽ ഇങ്ങനെ വിഷം കടത്തിട്ടുണ്ടോ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ എളുപ്പമുള്ള സംഗതി. അപ്പം അങ്ങനെയാണോ ഇവർ ഉദ്ദേശിച്ചിരുന്നത്? അതുമല്ലെങ്കിൽ ഈ വിവിധ തരത്തിലുള്ള ബ്രാൻഡഡ് ഷോപ്പുകൾ നമ്മൾ കാണുന്നുണ്ടാവും. ഇത് ഹലാൽ മുതലായ പേരുള്ള ഷോപ്പുകൾ. അത്തരം ഷോപ്പുകളിലൂടെ ഒരുപക്ഷെ ഭക്ഷണത്തിൽ കലർത്തിയാണോ ഇത് ആളുകൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ശരി, ഈ 4 കിലോ എന്ന് പറയുന്ന 1 മൈക്രോഗ്രാം കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റുന്ന സാധനത്തിന് 4 കിലോഗ്രാം ഉണ്ട്. അത് ഇഫക്റ്റീവായി യൂസ് ചെയ്താൽ എത്ര കോടി മനുഷ്യരെ കൊല്ലാൻ സാധിക്കും?
അപ്പൊ എന്ത് തരത്തിലുള്ള പ്ലാനിംഗ് ആണ് ഈ ടെററിസ്റ്റുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ പാടില്ല. എന്തായാലും ആളുകൾ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ സൂക്ഷ്മതയോടെ വെക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത് ഒരുത്തം വന്ന് പൊട്ടിത്തെറിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വാങ്ങാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരുത്തം വന്ന് പൊട്ടിത്തെറിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ നഴ്സറിയിലേക്ക് കടത്തിവിടാൻ വേണ്ടി ബസിന്റെ ചോട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒരുത്തം വന്ന് പൊട്ടിത്തെറിക്കുന്നു. എവിടെയാണ് മരണം, ആരെയാണ് കാത്തിരിക്കുന്നത് പറയാൻ പറ്റില്ല. ടെററിസം എന്ന് പറയുന്നത് വലിയ ഒരു അപകടമാണ്. ഒരു സ്റ്റേറ്റിനും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളൊക്കെ കാർ ഓടിക്കുന്നവരാണ്. നിങ്ങളുടെ കാറിനകത്ത് അമോണിയം നൈട്രേറ്റ് ഉണ്ടോ എന്ന് ഓടിച്ചു പോകുമ്പോൾ ആർക്കായി നമുക്ക് പിടിക്കാൻ പറ്റുക? ഏത് പോലീസുകാരനെ തിരിച്ചറിയാൻ പറ്റുക? അപ്പൊ ഓരോരുത്തർ പറയുന്നുണ്ട് പോലീസിന്റെ ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ ഇന്റലിജൻസ് ഫെയിലിയർ ആണ്. എവിടെ ഏത് ഇന്റലിജൻസ് കിട്ടാനാണ്? ഒരുത്തൻ കാറിനകത്ത് ബോംബും വെച്ചുകൊണ്ട് സഞ്ചരിച്ചാൽ, ഒരുത്തൻ മേത്ത് ബോംബ് കെട്ടിക്കൊണ്ട് സഞ്ചരിച്ചാൽ. നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന രാജീവ് ഗാന്ധി, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ ലഭിച്ചിരുന്ന ആളാണ്. കാരണം ശ്രീലങ്കയിൽ നിന്ന് അദ്ദേഹത്തിന് ത്രെട്ട് ഉണ്ടായിരുന്നു. അത്രയധികം പട്ടാളക്കാരും പോലീസുകാരും പൊതിഞ്ഞു നിന്ന രാജീവ് ഗാന്ധിയെ ഒരു ബെൽറ്റിനെ ബോംബ് കൊണ്ട് കൊല്ലാൻ സാധിച്ചുവെങ്കിൽ ആരെയാണ് കൊന്നുകൂടാത്തത്? നമ്മുടെ പ്രധാനമന്ത്രി മുതൽ പ്രസിഡന്റ് മുതൽ ഇങ്ങനെ എടുത്തിരിക്കുന്ന ഞാൻ മുതൽ നിങ്ങളടക്കം എല്ലാവരും ഈ ത്രെട്ടിനകത്ത് വരും. ഒരു പോലീസിനും ഒരു ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കും ഒരു ആന്റി ടെററിസ്റ്റ് സംവിധാനങ്ങൾക്ക് തടയാനാവില്ല. കാരണം ഒരു മനുഷ്യൻ സ്വയം മരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യില്ല. ഒരു തോക്കും കൊണ്ട് ചാടി വരുമ്പോൾ അവൻ സ്വയം മരിക്കാനോ വേറൊരുത്തരെ ആക്രമിക്കാനോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരുത്തനെ മേത്ത് കെട്ടി വെച്ചുകൊണ്ട് വരുന്നു. അവൻ സഞ്ചരിക്കുന്ന കാറിനകത്ത് ഈ അപായവും വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. എപ്പോൾ വേണ്ടത് പൊട്ടിത്തെറിക്കാം. ചിലപ്പോൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ ആയിക്കൊള്ളുന്നില്ല പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ അത്തരം ഒരു അപകടം അത് ഒരു രാജ്യത്തിനും തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ഇന്റലിജൻസ് സംവിധാനത്തിന് തടയാൻ പറ്റുന്ന കാര്യമല്ല. തലയ്ക്കകത്താണ് ഈ ഭ്രാന്തിരിക്കുന്നത്. ഒരുത്തനെ നോക്കിക്കഴിഞ്ഞാൽ അവന് ഭ്രാന്തുണ്ടോ എന്നറിയാൻ പറ്റുകയില്ലല്ലോ. മത തീവ്രവാദം എന്ന് പറയുന്നത് അത്ര വലിയ ആപത്താണ് എന്ന് മനസ്സിലാക്കണം. മനസ്സുകളുടെ ക്യൂരിറ്റി ആണ് ഒരു ഭാഗത്ത് ചെയ്യേണ്ടത്, മറ്റത് സ്ട്രിക്റ്റ് ആക്ഷൻ ആണ്. ഈ അവസരത്തിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് ഇസ്രായേലിലൊക്കെ സംഭവിച്ച പോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. ഇസ്രായേൽ പണ്ട് ഇതുപോലത്തെ ടെററിസ്റ്റ് അറ്റാക്കുകൾ സ്ഥിരമായി നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഈ ടെററിസ്റ്റ് ഈ ബോംബ് സെൽഫ് എക്സ്പ്ലോഷൻ, ആത്മഹത്യാപരമായിട്ടുള്ള ബോംബ് കെട്ടിവെച്ചുകൊണ്ട് വരിക, ബസ് സ്റ്റോപ്പിൽ നിന്ന് പൊട്ടിത്തെറിക്കുക, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പൊട്ടിത്തെറിക്കുക. അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി വന്ന അപൂർവം ചിലർക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ്. അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് പിടികൂടിയ ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. അവർക്ക് ലഭിച്ച ഇൻഫർമേഷൻ ഇതാണ്: ഈ പൊട്ടിത്തെറിക്കുന്ന ആളുകൾക്ക് അവര് വിചാരിക്കുന്നതിന് കഴിഞ്ഞും വലിയ ഒരു തുക അവർക്ക് ഇതിന് പ്രതിഫലമായിട്ട് ലഭിക്കുന്നുണ്ട്. ആദ്യം ഇവരെ റാഡിക്കലൈസ് ചെയ്തെടുക്കും വലിയ ഉപദേശങ്ങളിലൂടെ, അവിടെ സ്വർഗത്തിൽ കിട്ടുന്ന കാര്യങ്ങളിലെ കൂടെ. അതുകൂടെ 2-3 വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഈ മറ്റേ ശവക്കുഴിക്കകത്ത് കിട്ടുന്ന ഒരു ശിക്ഷ, നരകശിക്ഷ മുതലായ നെഗറ്റീവ് ഇൻഫർമേഷൻ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ജിഹാദ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന നിങ്ങളുടെ സ്വർഗത്തിലെ സൗകര്യങ്ങൾ, പോസിറ്റീവ് ഇൻഫർമേഷൻ. സോ നെഗറ്റീവ് എങ്ങനെ പോസിറ്റീവ് ഒരു വ്യക്തിക്ക്. അങ്ങനെയാണ് ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത വ്യക്തിയെ പിന്നീട് പണം കൊടുത്ത് സ്വാധീനിക്കുന്നു, വലിയ പണം. ആ പണം അവന് ഇമാജിൻ ചെയ്യാവുന്നതിൽ എത്രയോ മേലെയായിരിക്കും. ആ പണം സ്വാഭാവികമായിട്ടും അവന്റെ കുടുംബത്തിനായിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കുടുംബത്തിന്റെ മുഴുവൻ സുരക്ഷയും ഏറ്റെടുക്കാമെന്ന് ഈ കൂട്ടർ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഒരു ജിഹാദിസ്റ്റിന്റെ കുടുംബമാണ്, അതൊരു പുണ്യവാന്റെ കുടുംബമാണ്, അതിനെ അതുപോലെ സ്വർഗത്തിൽ കഴിയുന്നത് പോലെ അവർ കഴിയാനുള്ള സൗകര്യങ്ങൾ ഞങ്ങളോട് ചെയ്തു കൊടുക്കുമെന്ന ഉറപ്പ് അവന് കൊടുക്കുന്നു, ബോധ്യം അവന് കൊടുക്കുന്നു. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ നേടിയ പണവും കൂടാതെ പിന്നീട് ഇവരിൽ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ കൊണ്ട് തന്റെ കുടുംബം സുഖമായി കഴിഞ്ഞുകൊള്ളുമെന്നും, കൂടാതെ തനിക്ക് സ്വർഗത്തിൽ പോയി ഹൂറികളുടെ ഇടയിൽ ധാരാളം ഭക്ഷണം കഴിച്ച് ധാരാളം മദ്യം കഴിച്ച് ആമ്രാദിച്ച് ജീവിക്കാമെന്നുള്ള വലിയ സ്വപ്നവും. ഈ 2 സ്വപ്നങ്ങളാണ് ഒരുവനെ ഒരു ആത്മഹത്യാ സ്ക്വാഡിന്റെ ഭാഗമാക്കുന്നത് എന്നാണ് അവർക്ക് ലഭിച്ച, അവരുടെ ഈ ഗവേഷണത്തിന്റെ ഫലമായി ലഭിച്ച സംഗതി. അപ്പൊ അതിനൊരു മരുന്നായിട്ട് കണ്ടുപിടിച്ച് ഓക്കെ നിങ്ങളിത് ചെയ്തുകൊള്ളൂ, തിരിച്ചെന്താ ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരുത്തൻ ഇതുപോലെ സൂയിസൈഡ് ബോംബിംഗ് നടത്തിയാൽ ആ നിമിഷം അവന്റെ കുടുംബത്തിനെ വേരോടെ അവർ നശിപ്പിച്ചു കളയും. അത് പാലസ്റ്റീനിന്റെ ഏത് റീജിയനിലാണെങ്കിലും ശരി, ആ നിമിഷം അവിടെ ചെന്ന് അവന്റെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള്, അവന്റെ റിലേറ്റീവ്സ് കിട്ടുന്നവരെ മുഴുവൻ എടുക്കുന്നുള്ളേ. അങ്ങനെ 2 പേർക്കിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ 4 പേർക്കിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ സൂക്കേട് നിന്നു. പിന്നീട് ഒരുത്തിന് സൂയിസൈഡ് ബോംബിങ്ങിന്റെ ഭാഗമാകാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അവൻ അറിയാം അത് ചെയ്തു കഴിഞ്ഞാൽ നാളെ അവന്റെ കുടുംബം തീർന്നിരിക്കുന്നുള്ളത്. ഇപ്പോഴും ഇന്ത്യയിൽ ഈ പറഞ്ഞ പിടിക്കപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും ഫാമിലി അറസ്റ്റിലാണ്. ഞാൻ ഈ പറഞ്ഞ ഈ എല്ലാ പേരിന്റെയും ആളുകളുടെ ഉപ്പയും ഉമ്മയും അടക്കമുള്ള കുടുംബാംഗങ്ങൾ മുഴുവൻ അറസ്റ്റിലാണ്. ശക്തമായ ഒരു ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അറസ്റ്റിലായ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, ഞാൻ 2017 ഡൈവോഴ്സ് ചെയ്താൽ എനിക്കവിടെ അറിയാനേ പാടില്ല, നിൽക്കാനേ പാടില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പക്ഷെ അവനെയും പൊക്കാൻ വേണ്ടി പോലീസ് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കൂടാതെ ഈ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞൊരു പ്രധാന ഒരു മുഖ്യമന്ത്രിയുടെ കാര്യം നിങ്ങൾക്കറിയാം. വലിയ ക്രൈമിൽ ഏർപ്പെടുന്ന ഏതവന്റെയും വീട് JCB കൊണ്ട് മാന്തിക്കളയുക എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം ചെയ്യുന്ന പരിപാടി. അങ്ങനെ ചെയ്ത് ഇപ്പൊ UP-യിൽ ക്രൈം ഇല്ല, UP-യിൽ ഒരുത്തനെയും ക്രൈം ചെയ്യുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് നല്ല ചുട്ട അടി എന്നുള്ളതും ഒരു മരുന്ന് തന്നെയാണ് എന്നുള്ളതും വ്യക്തമാണ്.